ഹലോ മക്കളെ, ഇപ്പോൾ നമ്മുടെ +1 ക്ലാസ്സുകളെല്ലാം കഴിഞ്ഞ് CBSE കുട്ടികൾക്ക് +2 ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. സോ എല്ലാവരും പറയുന്ന പോലെ തന്നെ +2 എന്ന് പറയുന്നത് വളരെ നിർണായകമായൊരു ഘട്ടം തന്നെയാണ് അല്ലേ. സോ ഈ ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഇനി എന്ത് ചെയ്യണം എന്നുള്ളൊരു തീരുമാനം എടുക്കാൻ പോകുന്നത്. അപ്പോൾ പല കുട്ടികളും എന്താണ് ചെയ്യുന്നത്, ഓക്കെ +2 കഴിഞ്ഞിട്ട് +2ന് നല്ല മാർക്കൊക്കെ വാങ്ങിച്ചിട്ട് +2ന് ശേഷം എന്ത് ചെയ്യാം, ആലോചിക്കാം എന്ത് വേണം എന്നൊക്കെയാണ് നിങ്ങൾ സാധാരണ എന്ത് ചെയ്യുന്നത് കരുതുന്നത്. പക്ഷെ അങ്ങനെ നിങ്ങൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കറക്റ്റ് ഒരു പാത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കത്തില്ല. സോ ഇപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, എന്താണ് നിങ്ങളുടെ ഡ്രീം, എന്താണ് നിങ്ങൾക്ക് ആവേണ്ടത് എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ട് വേണം +2ൽ പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെ. സോ എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഏത് സബ്ജക്റ്റുകളാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്, എങ്ങനെ മാർക്ക് വാങ്ങണം, അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് വാങ്ങണം എന്നൊക്കെയുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സോ നമ്മളിവിടെ പറയുന്നത്, നിങ്ങളിപ്പം IIT അല്ലെങ്കിൽ NIT എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. നമ്മളെല്ലാവരും എഞ്ചിനീയറിംഗ് പഠിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ സാധാരണ ഇഷ്ടംപോലെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജസും പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജസും ഒക്കെ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ എന്താണ് പ്രശ്നം, നമ്മൾ നല്ലൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ നല്ല ടോപ്പ് അല്ലെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിലും പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല പ്ലേസ്മെൻറ്റോട് കൂടി തന്നെ ജോലി നമുക്ക് കിട്ടുകയുള്ളൂ അല്ലേ. സോ ഇതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ ഈ +2നോടൊപ്പം തന്നെ എന്ത് ചെയ്യണം, ഇൻറ്റൻസീവ് ആയിട്ടൊരു പ്രിപ്പറേഷൻ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു IITസിലോ അല്ലെങ്കിൽ NITസിലോ നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നതാണ്. സോ നമ്മളിവിടെ സൂപ്പർ കിങ്സ് ബാച്ചിനെ പറ്റിയാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. നമ്മുടെ സൂപ്പർ കിങ്സ് ബാച്ച് എന്ന് പറയുന്നത് നിങ്ങളുടെ +2 ബോർഡ് എക്സാമിനോടൊപ്പം തന്നെ നമുക്ക് എൻട്രൻസിന് വേണ്ടിയിട്ട് വളരെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് ഫസ്റ്റ് ചാൻസ് തന്നെ ക്രാക്ക് ചെയ്യാനുള്ളൊരു എക്സ്ക്ലൂസീവ് ബാച്ച് തന്നെയാണ്. സോ ഈ ബാച്ചിൽ എങ്ങനെയാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ പോകുന്നതെന്നും എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ഇതിലുള്ളതെന്നുമാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്, അല്ലെങ്കിൽ ഒരു റോഡ് മാപ്പാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നോക്കാനായിട്ട് പോകുന്നത്. സോ ഇതിൽ ഫസ്റ്റ് പറയുന്നത് നമുക്ക് ലൈവ് ക്ലാസ്സുകളായിരിക്കും. ഓക്കെ, ഡെയിലി ലൈവ് ക്ലാസ്സുകൾ എന്ന രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത് നമ്മൾ ഇത് ഷെഡ്യൂൾ ചെയ്യുന്നത്. സോ അപ്പോൾ നിങ്ങളുടെ ബോർഡ് എക്സാമിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾ സ്കൂളിലത്തെ നിങ്ങളുടെ ക്ലാസ്സിന് ഒരു രീതിയിലും അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ ഈവനിങ് ടൈം ആയിരിക്കും നമുക്ക് ക്ലാസ്സുകളൊക്കെ ഉണ്ടാകുന്നത്. സോ ലൈവ് ക്ലാസ്സുകളുണ്ടാകും. സോ ലൈവ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഡൗട്ടുകൾ ചോദിക്കാം. അതേപോലെ തന്നെ ഇനി നിങ്ങൾക്ക് ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, ഇൻ കേസ് എന്തെങ്കിലും ഒരു എമർജൻസി കാരണം പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് റെക്കോർഡഡ് വേർഷൻ അവിടെ ഉണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് അത് കാണുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആസ്ക് ഡൗട്ട് എന്നുള്ള ഫീച്ചർ അവിടെ ഉണ്ടാകും, അല്ലെങ്കിൽ AI ഗുരു എന്ന് പറയുന്ന ഫീച്ചർ അവിടെ ഉണ്ടായിരിക്കും. ഇതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അപ്പോൾ ഫീച്ചേഴ്സ് എല്ലാം നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു അക്കാഡമിക് പ്ലാൻ പോകുന്നതെന്നാണ്. നമുക്കറിയാം, നമ്മൾ വെറുതെ +1 നിങ്ങൾ എന്തൊക്കെയാണോ പഠിച്ചത് അതിൻ്റെയൊക്കെ ഒരു ഹയർ കുറച്ചുകൂടെ വേർഷൻ അല്ലെങ്കിൽ പുതിയ കുറച്ച് ചാപ്റ്റേഴ്സ് ഒക്കെ ആയിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നത് +2ൽ പഠിക്കുന്നത്. ഇപ്പോൾ ഫിസിക്സിലായിക്കോട്ടെ, മാത്സിലായിക്കോട്ടെ, കെമിസ്ട്രിയിലായിക്കോട്ടെ. സോ അപ്പോൾ നമുക്ക് എന്താണ് ഇപ്പം +2ലെ ചാപ്റ്റേഴ്സ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ പഠിച്ച കുറേ ബേസിക്സുകൾ നമുക്കൊന്നുകൂടെ തറവാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ബേസിക്സ് ഒക്കെ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ബേസിക്സ് അറിയാതെ നമുക്ക് പുതിയ ചാപ്റ്റർ വീണ്ടും പഠിക്കുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പം അതിനെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ അതൊന്ന് ക്ലിയർ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബേസിക് ക്ലാസ്സുകളായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ പിന്നെ നിങ്ങൾക്ക് റെഗുലർ ക്ലാസ്സുകൾ എന്താണ് നമ്മുടെ ഏപ്രിൽ മാസം മുതലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ഞാനൊരു സ്റ്റഡി പ്ലാൻ പറയാം. അപ്പം നമുക്ക് ഏപ്രിലാണ് നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇതിൽ ഫിസിക്സിനകത്ത് നമ്മൾക്ക് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന ചാപ്റ്റർ ആയിരിക്കും ഏപ്രിൽ മാസം നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ കെമിസ്ട്രിയിൽ സൊല്യൂഷൻസ്, ദെൻ മാത്സിൽ മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ് എന്ന ചാപ്റ്റർ. ഇനി മെയിൽ വരുമ്പോഴത്തേക്കിനും അതുപോലെ തന്നെ അടുത്ത യൂണിറ്റുകളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്ത് വരുന്നത്. സോ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ എന്ന രീതിയിൽ എന്ത് ചെയ്യും. നവംബർ ആകുമ്പോഴത്തേക്കിനും ഫിസിക്സിനകത്ത് ലാസ്റ്റ് ചാപ്റ്ററായ സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് വരും. ദെൻ കെമിസ്ട്രിയിൽ P ബ്ലോക്ക് എലമെന്റ്സ് ആൻഡ് അനലിറ്റിക്കൽ കെമിസ്ട്രി, ദെൻ മാത്സിൽ 3D ജോമെട്രി, പ്രോബബിലിറ്റി. ഇപ്പോൾ നിങ്ങൾ ഇതൊക്കെ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ അല്ലേ, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഉണ്ട്, സിലബസ് ഒക്കെ നിങ്ങൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഈ ഏപ്രിൽ മുതൽ നവംബർ വരെ കൃത്യമായിട്ട് ഓരോ ചാപ്റ്ററും സ്ട്രക്ചേർഡ് ആയിട്ട് തന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നതാണ്. ഓക്കെ അല്ലേ. സോ ഇനി അപ്പോൾ നിങ്ങൾക്കൊരു ആലോചന ഉണ്ടാകും, +2 മാത്രം പോരല്ലോ ഈ JEE ക്രാക്ക് ചെയ്യാനായിട്ട്, +1ഉം വേണം അല്ലേ. +1ലെ സിലബസ് നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. +1 നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷേ ഇപ്പോൾ ഒന്നും ഓർക്കുന്നില്ലായിരിക്കും അല്ലേ. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യും, +1ഉം ഇതോടൊപ്പം തന്നെ നിങ്ങൾ പഠിക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മളൊരു റിവിഷൻ അല്ല തരുന്നത്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവിഷൻ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇതോടൊപ്പം തന്നെ പോകും. അപ്പോൾ ആ റിവിഷൻ എങ്ങനെയാണ് പോകുന്നത്, ഈ ഏപ്രിലിൽ നമ്മൾ ഇപ്പം +2 സിലബസ് നമ്മൾ കവർ ചെയ്യുന്നുണ്ടല്ലോ. ഞാനിപ്പോൾ പറഞ്ഞു +2ലെ ഫിസിക്സിലാണെങ്കിൽ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് ആണ് എടുക്കുന്നതെങ്കിൽ അതേ മാസം തന്നെ നമ്മൾ ഫിസിക്സിൽ എന്ത് ചെയ്യും, +1ലെ ചാപ്റ്ററായ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനും, കെമിസ്ട്രിയിലെ ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയും, മാത്തമാറ്റിക്സിലെ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസും എടുക്കുന്നതാണ്. സോ അപ്പോൾ +2 ചാപ്റ്ററിനോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, +1 ചാപ്റ്റേഴ്സും പഠിച്ച് തന്നെയായിരിക്കും പോകുന്നത്. പറയുന്ന മനസ്സിലാകുന്നുണ്ടോ മക്കളെ. സോ നിങ്ങൾക്കപ്പം ഈ ക്ലാസ്സിന് ശേഷം എക്സ്ട്രാ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. സോ
നവംബറോടുകൂടി തന്നെ നമ്മുടെ ക്ലാസ്സുകളെല്ലാം കഴിയും. പിന്നെ നമുക്ക് ജെയുടെ ഫസ്റ്റ് ഫേസ് എക്സാം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബോർഡ് എക്സാമിന് മുന്നേ തന്നെ ആയിരിക്കും നടക്കുന്നത്. സോ ഫസ്റ്റ് ഫേസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള റിവിഷൻ ക്ലാസ്സിൽ LMRP റിവിഷനും അതുപോലുള്ള നമ്മുടെ യൂട്യൂബിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ക്രാഷ് പ്രോഗ്രാംസും ഒക്കെ ഉണ്ടാവും. സോ ഇപ്പോൾ ഇതൊക്കെ അറ്റൻഡ് ചെയ്ത് നമ്മൾ phase 1 നമ്മൾ എഴുതും. അതിനുശേഷം നമ്മൾ phase 1 നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എന്ത് ചെയ്യും, നമ്മൾ phase 2 പ്രിപ്പറേഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾ phase 1 എത്ര മാർക്ക് കിട്ടുന്നു, phase 2 എത്ര മാർക്ക് കിട്ടുന്നു, അതിൽ ഏറ്റവും ടോപ്പ് മാർക്കായിരിക്കും എന്ത് ചെയ്യുന്നത് നമ്മൾ ഫൈനലി കൺസിഡർ ചെയ്യുന്നത്. സോ അപ്പോൾ phase 1 നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, phase 2 അടുത്ത പ്രിപ്പറേഷൻ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഏപ്രിലിൽ phase 2 എക്സാം നടക്കും. പിന്നെ നമുക്ക് വരുന്നത് JEE അഡ്വാൻസിൻ്റെ ക്ലാസ്സുകളാണ്. സോ അത് JEE അഡ്വാൻസിൻ്റെ എക്സാം എന്ന് പറഞ്ഞാൽ മെയിലേക്കായിരിക്കും നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു പ്രോഗ്രാം തന്നെയാണിത്. ഇപ്പോൾ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മുടെ എക്സാംസ് മോക്ക് ടെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ വളരെ ഗ്രാൻഡ് ടെസ്റ്റുകൾ ഉണ്ടാകും. അതുപോലെ നിങ്ങൾക്ക് ഇൻഫിനിറ്റ് പ്രാക്ടീസ് ടെസ്റ്റുകൾ ഉണ്ടാകാം, GIBs ഉണ്ടാകാം, AITs ഉണ്ടാകും, ഓൾ ഇന്ത്യ ടെസ്റ്റ് സീരീസ് ഉണ്ടാകും. ഇങ്ങനെ ഒരുപാട് ടെസ്റ്റുകൾ നമ്മൾ നടത്തുന്നുണ്ട്. അതിൻ്റെ എല്ലാ അനാലിസിസും നിങ്ങൾക്ക് തരുന്നതാണ്. ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് എന്തുണ്ട് ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നമുക്ക് ഒരു വളരെ നല്ലൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു പഠിത്തം തന്നെ ആയിരിക്കും ഉണ്ടാകുന്നത്. സോ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ബോർഡ് എക്സാമിനോടൊപ്പം തന്നെ നിങ്ങൾ ആ ഒരു വർഷം ഇനിയും കളയാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു IIT-ലോ NIT-ലോ നിങ്ങൾക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ മക്കളെ, അപ്പം നമ്മുടെ ഈ ബാച്ചുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസും നമ്മുടെ ഈ ഒരു സൈലം +2 NEET JEE എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ വഴിയായിരിക്കും നിങ്ങളെ നമ്മൾ അറിയിക്കുന്നത്. സോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളത് ചെയ്യുക. സോ കൂടുതൽ ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ.